we can continue with the oxygen dissociation curve. Okay. Now, this is a graph which plots the percentage of saturation of hemoglobin with the partial pressure of oxygen. അപ്പോൾ നമ്മൾ ലങ്സിൻ്റെ ഭാഗത്ത് കമ്പയർ ചെയ്യുന്ന സമയത്ത് partial pressure approximately 100 mm of mercury ആണ്. So at this higher partial pressure, the hemoglobin shows a high affinity for oxygen so that it will get 98% saturated. അപ്പോൾ അതിന് ശേഷം പിന്നെ ഈ 100% സാച്ചുറേഷന് ശേഷം the slope that will get flattened. പിന്നെ അതിങ്ങനെ ഫ്ലാറ്റ് ആയിട്ട് പോകും. കാരണം അതിലപ്പുറം എന്താണ് സാച്ചുറേഷൻ പോസിബിൾ അല്ലാത്തത് കൊണ്ട്. ഓക്കെ. സോ ഫ്ലാറ്റ് സ്ലോപ്പ് അറ്റ് ഹയർ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ. ഇനി നമ്മൾ ടിഷ്യൂസിന്റെ ഭാഗത്ത് എടുക്കുന്ന സമയത്ത് the partial pressure of oxygen is 40 mm of mercury. അപ്പോൾ ഇവിടെ ഈ ഒരു അവസ്ഥയിൽ whenever the partial pressure lowers, what will happen? The affinity of hemoglobin to oxygen decreases and that will facilitate the dissociation. അപ്പോഴാണ് ഒരു സ്റ്റീപ്പ് സ്ലോപ്പ് ഉണ്ടാവുന്നത്. അപ്പോൾ ലോവർ പാർഷ്യൽ പ്രഷറിൽ എപ്പോഴും എന്തായിരിക്കും? സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. അതായത് കണ്ടീഷൻസ് ആർ റിവേഴ്സ്ഡ് അറ്റ് ദി ലെവൽ ഓഫ് ദ ടിഷ്യൂ സോ ദാറ്റ് dissociation occurs higher. Okay. So offload of oxygen to the tissue occurs. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അത്. അതല്ലെങ്കിൽ ഇത് നല്ല ടൈറ്റ് ബൈൻഡിങ് ആണെങ്കിൽ പിന്നെ എന്താണ് ടിഷ്യൂവിന് ഓക്സിജൻ വിട്ടുകൊടുക്കില്ല. അതിന് വേണ്ടിയിട്ട് പാർഷ്യൽ പ്രഷർ കുറയുന്ന സമയത്ത് അഫിനിറ്റി കുറയും. അതുകൊണ്ടാണ് ഇതിനെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അഫിനിറ്റി കുറയുകയും എന്താണ് ഇത് ഓക്സിജൻ ഡിസോസിയേറ്റ് ചെയ്യുകയും ചെയ്യും. Okay, so hemoglobin oxygen dissociation curve. So the normal position of the curve. ഇപ്പോൾ ഈ ഒരു സിഗ്മോയിഡ് പൊസിഷൻ്റെ അതായത് ഈ ഭാഗത്ത് സ്റ്റീപ്പായിട്ടും പതുക്കെ ഫ്ലാറ്റൻ ചെയ്ത് പോകുന്ന ഈ ഒരു എസ് ഷേപ്പുള്ള സിഗ്മോയിഡ് ഷേപ്പുള്ള ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ സെവറൽ ഫാക്ടേഴ്സ്. ഒന്ന് കോൺസെൻട്രേഷൻ ഓഫ് 2,3-diphosphoglycerin. രണ്ട് the pH or the hydrogen ion concentration. പിന്നെ കാർബൺ ഡയോക്സൈഡ്, the pressure of carbon dioxide in the RBC and also the structure of hemoglobin. അപ്പോൾ സ്ട്രക്ചർ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ സിക്കിൾ സെൽ അനീമിയ കേട്ടിട്ടുണ്ടാവും അല്ലേ? അപ്പോൾ സിക്കിൾ സെൽ അനീമിയ അതിൻ്റെ കാരണം എന്തായിരുന്നു? ജനറ്റിക് ഡിസോർഡർ ആണ്. അപ്പോൾ ഡിഫക്റ്റീവ് ഹീമോഗ്ലോബിൻ ആവുന്നത് കൊണ്ടാണ് RBC സിക്കിൾ ഷേപ്ഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ ഇറ്റ് ഈസ് ഹാവിങ് ലെസ് കപ്പാസിറ്റി ടു ക്യാരി ദി ഓക്സിജൻ. അപ്പോൾ അങ്ങനെ സ്ട്രക്ചർ ഓഫ് ഹീമോഗ്ലോബിൻ ഹാസ് ഓൾസോ റിലേഷൻ വിത്ത് ദി ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി. ഹീമോഗ്ലോബിൻ ഡിഫക്റ്റീവ് ആണെങ്കിൽ ഇറ്റ് cannot carry sufficient amount of oxygen. Okay. Now, നമ്മൾ ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദി ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് ദറ്റ് ഈസ് വെരി വെരി എസെൻഷ്യൽ. അതൊരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഓക്കെ. അപ്പോൾ ദർ ആർ വേരിയസ് ഫാക്ടേഴ്സ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഒന്ന് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ്, ദ ലെവൽ ഓഫ് 2,3-diphosphoglycerin, ദെൻ pH, ടെമ്പറേച്ചർ. ഇതെല്ലാം എന്തിനെ ബാധിക്കുന്നുണ്ട്? ഈ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിനെ ബാധിക്കുന്നുണ്ട്. അപ്പോൾ whenever the temperature decreases, നമ്മൾ അറിയാം ടെമ്പറേച്ചർ കൂടുമ്പോഴാണ് എന്താണ് സോളിബിലിറ്റി കുറയുന്നത് അല്ലെ? ടെമ്പറേച്ചർ ഓപ്റ്റിമം ആവുന്ന സമയത്ത് ഇറ്റ് ഇൻക്രീസസ് ദ അഫിനിറ്റി ആൻഡ് ഇറ്റ് പ്രൊമോട്ട്സ് ദ ഫോർമേഷൻ ഓഫ് ഓക്സി ഹീമോഗ്ലോബിൻ. ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് കുറവാവുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ ഇറ്റ് ഈസ് ഹാവിങ് ഹയർ അഫിനിറ്റി ഫോർ ഓക്സിജൻ. So that promotes the formation of oxyhemoglobin. 2,3-diphosphoglyceraldehyde. ഇതിന്റെ ലെവല് കുറയുന്ന സമയത്തും എന്ത് കൂടും? ഓക്സിജന്റെ അഫിനിറ്റി കൂടും. ഈ 2,3-diphosphoglyceraldehyde നമുക്കറിയാം ഗ്ലൈക്കോളിസിസ് അതിന്റെ ഇന്റർമീഡിയറ്റ് പ്രോഡക്റ്റ് ആണ്. അതായത് ഈ അനൈറോബിക് കണ്ടീഷൻ കൂടുന്ന സമയത്താണ് എന്ത് വരുന്നത്? ഈ DPGന്റെ എമൗണ്ട് കൂടുന്നത്. അപ്പോൾ ഓക്സിജൻ ഉണ്ടെങ്കിൽ നോർമലി DPGന്റെ എമൗണ്ട് കുറവായിരിക്കും. കാരണം കൂടുതലും എയറോബിക് റെസ്പിറേഷൻ ആയി ക്രെബ് സൈക്കിളിൽ എൻ്റർ ചെയ്തിട്ട് ഇത് ക്രെബ് സൈക്കിളിലേക്ക് എൻ്റർ ചെയ്ത് അങ്ങനെ ഇതിൻ്റെ ലെവൽ കുറയും.
അപ്പോൾ ശരീരത്തിൽ ഓക്സിജൻ ഉണ്ടെങ്കിൽ ഇതിന്റെ ലെവൽ എന്തായിരിക്കും? ഓപ്റ്റിമം ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിന്റെ ലെവൽ കുറയുക. ഇതിന്റെ ലെവൽ കൂടുക എന്ന് പറഞ്ഞാൽ അനൈറോബിക് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ ഓക്സിജൻ കുറയുന്ന സമയത്ത് നോർമലി എഫിനിറ്റി വിൽ ഡിക്രീസ്. ഓക്കെ, അപ്പോൾ 2,3 DPGന്റെ എമൗണ്ട് കുറയുക എന്ന് പറഞ്ഞാൽ ഓക്സിജൻ സഫീഷ്യന്റ് എമൗണ്ടിൽ ഉണ്ട്. ദാറ്റ് മീൻസ് ഇറ്റ് ഇൻക്രീസസ് ദ എഫിനിറ്റി ഫോർ ദ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ. ഇനി pH. ഹൈഡ്രജൻ അയോൺ കോൺസെൻട്രേഷൻ pH കൂടുന്ന സമയത്ത് pH കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? അസിഡിറ്റി കുറയുന്ന അവസ്ഥ അല്ലെ? pH കൂടുക എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കുറയുന്ന അവസ്ഥ. അസിഡിറ്റി കുറഞ്ഞാൽ ഓക്സിജന്റെ അഫിനിറ്റി കൂടും, ഓക്സിഹീമോഗ്ലോബിൻ ഫോർമേഷൻ കൂടും. തമ്മിലൊരു റിലേഷൻ ഉണ്ട്, നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അസിഡിറ്റി കൂടുതലാണെങ്കിൽ പിന്നെ ടെമ്പറേച്ചർ, കാർബൺ ഡയോക്സൈഡിന്റെ പാർഷ്യൽ പ്രഷർ, 2,3 ഡൈഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് ലെവല് ഇതെല്ലാം കുറഞ്ഞാൽ the hemoglobin shows more affinity for oxygen. അപ്പൊ പെട്ടെന്ന് തന്നെ എന്ത് നടക്കും? സാച്ചുറേഷൻ ലെവലിലേക്ക് എത്തും. ഓക്കെ, ഈ സ്ലോപ്പ് പെട്ടെന്ന് സ്റ്റീപ്പായി പെട്ടെന്ന് ഫ്ലാറ്റൻ ചെയ്യും. That means the saturation level is attained more rapidly. That means നോർമലായി കിടക്കുന്ന സിഗ്മോയിഡ് കർവ് ഇത് കുറച്ച് ഇങ്ങോട്ട് ഷിഫ്റ്റ്, ഈ സൈഡിലേക്ക് ഷിഫ്റ്റ്, ലെഫ്റ്റ് ഷിഫ്റ്റ്. ഇനി ഇതിന്റെ നേരെ റിവേഴ്സിബിൾ ആയിട്ടുള്ള കണ്ടീഷൻ നോക്കാം. അതായത് ടെമ്പറേച്ചർ കൂടുതലാണ്, അപ്പൊ നോർമലി സോളിബിലിറ്റി കുറയും. മീൻസ് ഡിസോസിയേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവും. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡയോക്സൈഡ് ഹയർ ആവുന്ന സമയത്ത് ഹീമോഗ്ലോബിൻ വിൽ അബ്സോർബ് മോർ എമൗണ്ട് ഓഫ് കാർബൺ ഡയോക്സൈഡ്, കാരണം ഓക്സിജനേക്കാൾ അഫിനിറ്റി കാർബൺ ഡയോക്സൈഡ്. അപ്പോഴും ഡിസോസിയേഷൻ നടക്കും. ഏതിന്റെ? ഓക്സിഹീമോഗ്ലോബിന്റെ ഡിസോസിയേഷൻ. ഇനി 2,3 ഡൈഫോസ്ഫോഗ്ലിസറാൽഡിഹൈഡ് കൂടുതലാണെന്ന് പറഞ്ഞാൽ ഓൾറെഡി അവിടെ അനൈറോബിക് കണ്ടീഷൻ ആയിരിക്കും. അഗെയിൻ ഡിസോസിയേഷൻ ആയിരിക്കും. അറിയാം, നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞതാണ്. ഓരോ ഓക്സിജനും ഹീമോഗ്ലോബിനായിട്ട് കമ്പൈൻ ചെയ്യുമ്പോഴാണ് അതിന്റെ അഫിനിറ്റി കൂടി കൂടി വരുന്നത്. ഇനി pH കുറയും. pH കുറയുക എന്ന് പറഞ്ഞാൽ അസിഡിറ്റി കൂടുക എന്നർത്ഥം. നോർമലി കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡില് കാർബോണിക് ആസിഡിന്റെ ഫോർമേഷൻ നടക്കും. അപ്പൊ കാർബോണിക് ആസിഡ് കൂടുക എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി ഡിക്രീസസ്. അപ്പൊ കാർബൺ ഡയോക്സൈഡിന്റെ അളവും അസിഡിറ്റിയും തമ്മിൽ എപ്പോഴും ബന്ധമുണ്ട്. കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ ബ്ലഡ് കൂടുതൽ അസിഡിക് ആവും, മീൻസ് pH കുറയും. ആൻഡ് ദാറ്റ് അഗെയിൻ ഡിക്രീസസ് ദ അഫിനിറ്റി. മീൻസ് അവിടെ എന്ത് നടക്കും? ഡിസോസിയേഷൻ നടക്കും. ഓക്കെ, ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ്സ് ടു ഫോം ദി ഓക്സിജൻ ആൻഡ് ഹീമോഗ്ലോബിൻ, അല്ലെങ്കിൽ ലെസ് അഫിനിറ്റി ആയിരിക്കും. മീൻസ് ഓക്സിജൻ ക്യാരിങ് കപ്പാസിറ്റി കുറയും. അപ്പൊ ആ ഒരു അവസ്ഥയിൽ ഈ ഡിസോസിയേഷൻ കർവ് ഇറ്റ് ഷിഫ്റ്റ്സ് ടു റൈറ്റ് സൈഡ്. അപ്പൊ ഈ ഓക്സിജൻ ഡിസോസിയേഷൻ കർവിന്റെ ഇമ്പോർട്ടൻസ് ഇതാണ്. ഇതിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് റൈറ്റ് ഷിഫ്റ്റ് ആണോ ലെഫ്റ്റ് ഷിഫ്റ്റ് ആണോ എന്നതനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ എപ്പോഴും ഈ ഒരു ഭാഗം ഇത് ലങ്സിന്റെ ഭാഗത്തുള്ള കണ്ടീഷൻ ആയിരിക്കും. ലോ ടെമ്പറേച്ചർ, ലെസ് കാർബൺ ഡയോക്സൈഡ്, ലെസ് DPG, ഹൈ pH. ഇത് എപ്പോഴും ടിഷ്യൂവിന്റെ ഭാഗത്തുള്ളതായിരിക്കും. മീൻസ് ടെമ്പറേച്ചർ കൂടുതൽ, കാർബൺ ഡയോക്സൈഡ് കൂടുതൽ, DPGന്റെ അളവ് കൂടുതൽ. കാരണം ഗ്ലൈക്കോളിസിസ് നടക്കുന്ന സ്ഥലമാണത്. നമ്മുടെ പ്ലാസ്മയല്ല, നമ്മുടെ സെല്ലിന്റെ സൈറ്റോപ്ലാസം. പിന്നെ ആസിഡിറ്റി കൂടുതലായി. അപ്പൊ ഈ കണ്ടീഷൻ ടിഷ്യൂവിന്റെ ലെവലിലാണ്. അപ്പൊ അവിടെ എന്താണ്? ഡിസോസിയേഷൻ ആണ്. ഇവിടെ ഫോർമേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ആണെങ്കിൽ ഇവിടെ ഡിസോസിയേഷൻ ഓഫ് ഓക്സിഹീമോഗ്ലോബിൻ ആയിരിക്കും നടക്കുന്നത്. അപ്പൊ ഇതിന്റെ ഷിഫ്റ്റ് അനുസരിച്ചിട്ട് നമുക്ക് ഇതിന്റെ കണ്ടീഷൻ നമുക്ക് അറിയാൻ പറ്റും. ഓക്കെ, അപ്പൊ റൈറ്റ് ഷിഫ്റ്റ് ആണെങ്കിൽ കൂടുതലും ഡിസോസിയേഷൻ ആയിരിക്കും. മീൻസ് മോർ ഓക്സിജൻ വിൽ ബി റിലീസ്ഡ് ടു ദി ടിഷ്യൂ. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് ആണെങ്കിലോ ഇറ്റ് ഇസ് പ്രൊമോട്ടിംഗ് ദി formation of oxyhemoglobin. Means
increase uptake of oxygen in the lungs. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ അറിയാൻ നമ്മൾ ഈ ഒരു ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് നമ്മളെ സഹായിക്കും. അതാണ് അതിൻ്റെ സിഗ്നിഫിക്കൻസ്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഈസി ഓക്സിജൻ ഡെലിവറി, ഡിസോസിയേഷൻ നടക്കും, അത് ടിഷ്യൂവിൻ്റെ ഭാഗത്തായിരിക്കും. മോർ ഓക്സിജൻ വിൽ ബി ഡെലിവേർഡ് ടു ദി ടിഷ്യൂ. അതായത് ഹൈ DPG, ഹൈ ഹൈഡ്രജൻ അയൺ കോൺസെൻട്രേഷൻ, ഇപ്പോൾ അസിഡിക് ആയിരിക്കും, ഹൈ കാർബൺ ഡയോക്സൈഡ് കോൺസെൻട്രേഷൻ, പിന്നെ ഈ സിക്കിൾ സെൽ അനീമിയുള്ള ആൾക്കാർ HPS എന്ന് പറയും. ഇനി ലെഫ്റ്റ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഗീവ് അപ്പ് ഓക്സിജൻ ലെസ് റെഡിലി, അതുകൊണ്ട് എന്തായിരിക്കും? ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആയിരിക്കും നടക്കുന്നുണ്ടാവുക, ലോ DPG. പിന്നെ ഫീറ്റൽ ഹീമോഗ്ലോബിൻ ഇറ്റ് ഈസ് ഹാവിംഗ് മോർ അഫിനിറ്റി ഫോർ oxygen than the adult hemoglobin. Okay, so right shift, it decreases the loading of oxygen onto hemoglobin at the alveolar capillary membrane. Total oxygen delivery may be much lower than indicated by a particular partial pressure of oxygen. When the patient has some diseases process that cause a right shift curves enhances the unloading of the oxygen at the tissue level. In the left shift curve, it enhances the loading capability of oxygen. The total oxygen delivery may be higher than indicated. Left shift curve decreases the unloading of the oxygen at the tissue. അപ്പോൾ അങ്ങനെയുള്ള പേഷ്യൻസിന് ടിഷ്യൂയിലേക്കുള്ള ഓക്സിജൻ ഡെലിവറി വളരെ കുറവായിരിക്കും. The factors affecting dissociation: increased blood temperature, reduces the affinity. Hence, more oxygen is delivered to the warmed up tissue. Now, blood pH, lowering of blood pH, making the blood more acidic, caused by the presence of H+ ion. Maybe lactic acid accumulation or carbonic acid accumulation. So it reduces the affinity for hemoglobin. So more oxygen will be reduced to the tissue. Carbon dioxide concentration, higher carbon dioxide concentration to tissue, less affinity for oxygen. So harder tissue is working, more oxygen will be released. അപ്പോൾ ടിഷ്യൂവിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള കണ്ടീഷൻസ് ആണത്. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ചിട്ട് ഡിസോസിയേഷൻ കൂടും, ടെമ്പറേച്ചർ കുറയുന്നതിനനുസരിച്ചിട്ട് ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആണ് കൂടുന്നത്. അതേമാതിരി തന്നെ ഡൈഫോസ്ഫോറിലേസ് അല്ലേ, നോർമലി ഫൗണ്ട് ഇൻ RBC, produced during anaerobic glycolysis. So it promotes a rightward shift that enhances the oxygen unloading at the tissue level. Anaerobic condition ഉണ്ടാകുമ്പോഴാണ് DPG ഉണ്ടാവുന്നത്. അപ്പോൾ ഈ അനാറോബിക് കണ്ടീഷനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് കൂടുതൽ ഓക്സിജൻ എത്തിക്കാനുള്ള ഒരു അഡാപ്റ്റേഷൻ ആണത്. Now, chronic hypoxia, it triggers an increase in the 2,3-diphosphorylase. So 2,3-DPG, it lowers the binding affinity of oxygen for hemoglobin. So this shift the curve to the right. അപ്പോൾ കൂടുതൽ DPG ഉണ്ടെങ്കിൽ അഫിനിറ്റി കുറയ്ക്കും, അതായത് കൂടുതൽ ഓക്സിജൻ അങ്ങോട്ട് പമ്പ് ചെയ്യും, റിലീസ് ചെയ്യും. ഡിക്രീസ് ഇൻ pH, ഷിഫ്റ്റ് ദ സാച്ചുറേഷൻ കർവ് ടു ദി റൈറ്റ്. അതായത് നമ്മൾ കൂടുതൽ ഓടുന്ന സമയത്ത് ലാക്റ്റിക് ആസിഡ് അക്യുമുലേറ്റ് ചെയ്യും, അപ്പോൾ അവിടെ ഒരു ഓക്സിജൻ ഡെപ്റ്റ് വരും. അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹൈലി അസിഡിക് കണ്ടീഷൻ പ്രൊമോട്ട്സ് ദി ഡിസോസിയേഷൻ. ടിഷ്യൂയിലേക്ക് കൂടുതൽ ഓക്സിജൻ എത്തിക്കാനുള്ള മറ്റൊരു അഡാപ്റ്റേഷൻ ആണത്. ഓക്കെ, നെക്സ്റ്റ് ഈ ഒരു ബോർ ഇഫക്റ്റ് ആണ്. ബോർ ഇഫക്റ്റ് ഒന്നുമില്ല, എപ്പോഴാണോ കാർബൺ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ വല്ലാതെ കൂടുന്നത് അപ്പോൾ ബ്ലഡിലുള്ള അസിഡിറ്റി കൂടും. അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഓക്സി ഹീമോഗ്ലോബിൻ ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇത് കണ്ടുപിടിച്ചത് ക്രിസ്റ്റ്യൻ ബോർ എന്ന് പറഞ്ഞ സയന്റിസ്റ്റ് ആണ്. 1904 2 മാർക്കിന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. So this effect is called as the Bohr effect. Effect of carbon dioxide on the oxyhemoglobin dissociation curve. അതിനാണ് Bohr effect എന്ന് പറയുന്നത്. അപ്പോൾ high partial pressure of carbon dioxide level and low pH. Carbon dioxide കൂടിക്കഴിഞ്ഞാൽ acidity കൂടും, അതായത് pH will be lowered. This decreases the affinity of hemoglobin for oxygen, and this causes a rightward shift. So this occurs at tissue where a high level of partial pressure of carbon dioxide and acidemia പറഞ്ഞ acidic condition in the blood contribute to the unloading of oxygen. അപ്പോൾ ഇതിനെയാണ് എന്ത് പറയുന്നത്? Bohr effect എന്ന് പറയുന്നത്. Okay, so change in oxygen affinity with pH is called as the Bohr effect. Hemoglobin oxygen affinity is reduced as acidity is increased. Since the tissue are relatively rich in carbon dioxide, pH is lower in the arterial blood. Therefore, Bohr effect facilitates the transfer of oxygen to the tissue. Bohr effect
ഇറ്റ് ഇസ് എ മാനിഫെസ്റ്റേഷൻ ഓഫ് ദി ആസിഡ് ബേസ് ഇക്വിലിബ്രിയം ഓഫ് ദി ഹീമോഗ്ലോബിൻ. ഓക്കെ, അപ്പോൾ ഈ ബോർ ഇഫക്റ്റും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. 2 മാർക്സിൻ്റെ സ്ഥിരം ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. അത് ടിഷ്യൂവിൻ്റെ സൈഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുമ്പോൾ അസിഡിറ്റി കുറയും, അസിഡിറ്റി കൂടും, അതിനനുസരിച്ചിട്ട് ഡിസോസിയേഷൻ റേറ്റ് കൂടും. അപ്പോൾ ഇതിനെയാണ് ബോർ